അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഏതൊരു വിശ്വാസിയുടെയും വലിയ ഒരു അഭിലാഷമാണ്, ആഗ്രഹമാണ് നാളെ മഹ്ശറയിൽ വെച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എന്നവരെ തൊട്ട് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ കാണാം, അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബൈനമാ അന അസീറു ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇദാ അന ബിനഹ്റിൻ, ഞാനൊരു നദിയുടെ അടുത്തെത്തി. ഹഫതാഹു ഖിബാബു ദുററിൽ മുജവ്വഫി, ആ നദി അകം വിശാലമാക്കപ്പെട്ട മുത്തുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കുബ്ബകളാൽ ചുറ്റപ്പെട്ട ഒരു നദിയാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു, മാ ഹാദാ യാ ജിബ്രീൽ, ഓ ജിബ്രീൽ, അതെന്താണ്, ഏതാണ് ആ നദി? ഖാല, അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഹാദൽ കൗസറുല്ലദീ അഅതാക റബ്ബുക, നബിയെ, തങ്ങളുടെ റബ്ബ് തങ്ങൾക്ക് നൽകിയ ഹൗദുൽ കൗസറാണത്. ഫഇദാ തീനുഹു, ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കി, അതിലെ മണ്ണ് മിസ്കുൻ അദ്ഫറു, അത്യന്തം സുഗന്ധമുള്ള കസ്തൂരിയാണെന്നു എനിക്ക് മനസ്സിലായി. ഹൗദുൽ കൗസറിനെ കുറിച്ച് മഹത്വങ്ങൾ പല ഹദീസുകളിലും നമുക്ക് കാണാൻ കഴിയും. ആ ഹൗദുൽ കൗസർ കുടിച്ചാൽ ഫമൻ ശരിബ മിൻഹു ഫലാ യദ്മഉ ബഅദഹു അബദാ, ആ ഹൗദുൽ കൗസർ കുടിച്ചാൽ പിന്നെ അതിനു ശേഷം അവന് ദാഹം അനുഭവപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തി. അത് കാരണമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.